ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മൊറോക്കോയിലാണ്. മൊറോക്കോയിൽ മെക്നസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. സോ ഞാൻ അവരുടെ വീട്ടിൽ നിന്നെല്ലാം ബായ് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ഇപ്പോൾ ഉള്ളത് ട്രെയിൻ സ്റ്റേഷനിലാണ്. ട്രെയിൻ സ്റ്റേഷനിൽ ട്രെയിൻ എടുത്തിട്ട് ഞാൻ കസാബ്ലാങ്കയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നോക്കി നോട്ടെ ട്രെയിൻ എങ്ങനെ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാളിൻ്റെ ഇവിടെ ഡ്രോപ്പ് ചെയ്തേക്കാണ്. ഞാനിപ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഒരു ഐഡിയ ഇല്ല, ഞാൻ ട്രെയിനിൽ പോയിട്ടില്ല. ആക്ച്വലി ഞാൻ രാവിലെ നേരത്തെ എണീച്ചു, പക്ഷേ ഇവർ എണീച്ചിട്ടുണ്ടായില്ല. കാരണം ഇന്നലെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് കിടന്നിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ എണീക്കാണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റൂലല്ലോ. അപ്പോൾ അവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ലേറ്റ് ആയത്. ഓക്കെ, ബൈ ബൈ. താങ്ക് യു സോ മച്ച്. യാ ഓക്കെ, ബൈ. യാ താങ്ക് യു, ബൈ. ഞാനിതാ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ടിക്കറ്റ് എടുത്തു. ഞാൻ കാർഡ് വഴിയാണ് ഞാൻ എടുത്തത്. ഇതാണ് കേട്ടോ നമ്മളുടെ ടിക്കറ്റാണ് ഈ കാണുന്നത്. സ്കാനൊക്കെ ചെയ്യാം. മുഹമ്മദിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക്, കസാബ്ലാങ്കേൻ്റെ അടുത്തുള്ള സ്ഥലമാണ്, അങ്ങോട്ടാണ് പോകുന്നത്. ഇത് മെക്നസ് ഇവിടെ നിന്നുള്ള 11:15 എനിക്ക് ട്രെയിന്. ഞാനവിടെ 2:15 എത്തും കേട്ടോ. അപ്പോൾ ഇത് സെക്കൻഡ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ക്ലാസ്സിന് 130 ദർഹംസാണ് ആയത്. 130 ദർഹം എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ ഏകദേശം ഒരു 1300 രൂപയെല്ലാം വരും. എൻ്റെ മറ്റേ ക്യാഷ്, ലിക്വിഡ് ക്യാഷ് കുറവായതുകൊണ്ട് കാർഡ് വഴിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 10:45. ഇനി ഒരു അരമണിക്കൂറോടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും. ഏകദേശം ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ട്രെയിൻ ഉണ്ട്. ഈ ടാങ്കിയറിന്നും എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റിംഗ് ആയിട്ട് ട്രെയിൻ ഉണ്ട്. അപ്പം ഞാൻ ആക്ച്വലി ട്രെയിനിൽ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എണീക്കാൻ ലേറ്റ് ആയപ്പോൾ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു, വിളിക്കേണ്ട വിചാരിച്ചു. അപ്പോൾ പിന്നെ അവർ എണീക്കാൻ കാത്തു നിന്നുകൊണ്ട് എണീച്ചപ്പോഴേക്കും 10 മണി കഴിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ പിന്നെ 10 മണി കഴിഞ്ഞ് ഞാൻ ലിഫ്റ്റ് അടിക്കാൻ നിൽക്കുവാണെങ്കിൽ ഞാൻ എത്താൻ നല്ല ലേറ്റ് ആവും. ചിലപ്പോൾ ഡയറക്റ്റ് വണ്ടി കിട്ടിയാൽ പെട്ടെന്ന് എത്തും, പക്ഷെ ഡയറക്റ്റ് വണ്ടി കിട്ടിയില്ലെങ്കിൽ ലേറ്റ് ആവാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ട്രെയിനിന് പോവാം, അതൊരു എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. ഞാനിവിടെ വന്നിട്ട് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ട്രെയിൻ ജേണി എങ്ങനെ ഉണ്ട് നോക്കാം. എന്താ പറയുക, 2 മണിക്കൂറല്ലേ ഉള്ളൂ. 11, 12, 1:15, 2:15, 3 മണിക്കൂറുണ്ട് അല്ലേ. എന്നാലും കുഴപ്പമില്ല, നോക്കി നോക്കാം. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ബൈ റോഡ് പോകുമ്പോൾ അത്രയും ടൈം എടുക്കില്ല, പക്ഷേ ലിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്തായാലും ടൈം എടുക്കും. എൻ്റെ കുറച്ച് നട്ട്സ് ഉണ്ട്, അത് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയത്, കാരണം എനിക്ക് ടൈം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കഴിക്കട്ടെ. നല്ല വിശക്കുന്നുണ്ട്. ഇനി 3 മണിക്കൂർ അവിടെ ഇരിക്കണ്ടേ, അവിടെ എത്താൻ, മുഹമ്മദി എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലാണോ ബാക്കിലാണോ വലിയ ഐഡിയ ഒന്നുമില്ല. ട്രെയിൻ ഫ്രണ്ടിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആയിരിക്കും. ട്രെയിനിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ കാണാൻ. ഇവിടെ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. നടക്കാനുള്ള സ്പേസ് ഇല്ല. താങ്ക് യു. ഒരാൾക്ക് കറക്റ്റ് നടക്കാനുള്ള സ്പേസ് ഉള്ളൂ കേട്ടോ. ഉണ്ടാ എൻ്റെ 23 ആണ് പറഞ്ഞത്. 23 ഫ്രണ്ടിലായിരിക്കും. ഇവിടെ എഴുതിയാണ് കണ്ടോ. അടിപൊളിയാണ് കേട്ടോ, കാണാനൊക്കെ അടിപൊളിയാ. 23 ഇതാ അവിടെ. എൻ്റെ കോച്ച് അതല്ല കേട്ടോ, ഇപ്പുറത്തെ കോച്ചാണ്. അങ്ങോട്ട് പോവാം. അതിലിങ്ങനെ സെപ്പറേറ്റ് ഇതൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനത്തെ കേട്ടോ, അത് ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ 41 ആണ്. 23 എന്ന് പറയുന്ന സീറ്റ് നമ്പർ അല്ലേ ഇത്. 23 എന്ന് പറയുന്ന കോച്ചിൻ്റെ നമ്പർ എന്താണ്. ഇവിടെ എല്ലാം കുറേ ഫ്രീ ഉണ്ട് കേട്ടോ, അധികം ആൾക്കാരൊന്നുമില്ല. ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ മേടിക്കായിരുന്നു. ഇപ്പം വന്ന് ഇവിടെ ഇരുന്നുള്ളൂ കേട്ടോ. ആ ഏറ്റവും ലാസ്റ്റ് കയറിയിട്ട് ലാസ്റ്റ് നടന്ന് ഇവിടെ എത്തിയത്. ഫുള്ള് എന്താ പറയുക, അവിടെ TTR ചെക്ക് ചെയ്യാൻ വരുമല്ലോ, ചെക്ക് ചെയ്യുന്ന ആളാ പറഞ്ഞ് 4ാമത്തെ ബോഗിയുടെ ചെറിയ സ്പേസാണ്. ചെറിയ സ്പേസിലൂടെ നടന്ന് വന്നിട്ട് ഫൈനലി ഇവിടെ ഇരുന്ന്. എനിക്ക് വിൻഡോ സീറ്റാണ് കേട്ടോ. എൻ്റെ 41 ആണ് നമ്പർ. 23 എന്നുള്ളത് എന്തോ കോച്ചിൻ്റെ നമ്പർ എന്തോ ആണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഒടുക്കത്തെ ചൂട്. ഇവിടെ ചൂടെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ AC ആണ് ശരിക്കും ഉണ്ടാവേണ്ടത്. തണുപ്പ് പുറത്ത് ചൂടുള്ളപ്പോൾ, ഇത് പുറത്ത് തണുപ്പായതുകൊണ്ട് ഇവർ ഇതിൻ്റെ ഉള്ളിൽ ഹീറ്റർ ഇട്ടേക്കാം. ഹീറ്റർ ഇടാം ഓക്കെ, പക്ഷെ ഒരു ലിമിറ്റില്ലേ. ഒടുക്കത്തെ ചൂട്, ശ്വാസം മുട്ടുക. ഇവരൊക്കെ എങ്ങനെ ഇരിക്കുന്നുണ്ടോ, ഇതെല്ലാം ഊരി കളയേണ്ടിയിരുന്നുള്ളൂ. ഇതെല്ലാം ഞാൻ ഊരി വെച്ചത്. ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല. അപ്പുറം ഇപ്പുറമൊക്കെ ഫുൾ ഫ്രീ ആണ് കേട്ടോ. കണ്ട അപ്പുറത്തെല്ലാം ഫുൾ ഫ്രീ സീറ്റുകളാണ്. കുറേയൊക്കെ ഫില്ലാണ്, അവിടെ എല്ലാം ഫ്രീ ആയിട്ടിരിക്കുന്നത്.
ഞാൻ ട്രെയിനിൽ മുഹമ്മദിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ സിനിമ കണ്ടിരുന്നിട്ട് അറിയാണ്ട് സ്റ്റേഷൻ എത്തിനെ അറിഞ്ഞിട്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആൾക്കാർ മൊത്തം കയറി തിരക്കായപ്പോൾ ഞാൻ ഇത് എവിടെ അടുത്ത സ്റ്റേഷനിൽ നോക്കി ആ ടൈമായി. അപ്പോൾ ഞാൻ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചപ്പോഴാണ് ആൾ പറഞ്ഞു മുഹമ്മദിയ. പിന്നെ ചാടി ഇറങ്ങിയതും ട്രെയിൻ എടുത്തു. അങ്ങനെ ബാഗെല്ലായിട്ട് ഇറങ്ങാൻ തന്നെ ടാസ്ക് ആയിരുന്നു. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഹലോ, നമസ്കാരം. പേര്? ജോ. നാട്ടില്? തലശ്ശേരി. ഓക്കെ. ഇവിടെ എത്ര ആളായി? എങ്ങനെയുണ്ട് മൊറോക്കോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ. ഇവിടുത്തെ എന്താ ഇഷ്ടപ്പെട്ടെ? ആളുകളാണോ ഫുഡാണോ എന്താണ്? ഓക്കെ ഓക്കെ. എനിക്ക് ഇവിടുത്തെ ആളുകളെയും ഫുഡൊക്കെയാണ് കൂടുതൽ സോഫാർ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആള് പിക്ക് ചെയ്യാൻ വന്നു. ഇത് എല്ലാവരും കുറെ പേര് കമന്റ് ചെയ്തായിരുന്നു. സുനീർ എന്ന് പറഞ്ഞ ആൾ ഇവിടെ ഉണ്ട്, തലശ്ശേരിയിലുള്ള ആളെ മീറ്റ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട്. സോ ആളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ആളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആളാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നേരെ പോയിട്ട് കാണാം. ഫൈനലി ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇവരെല്ലാരെയും കാണിച്ചു തരാം. നമസ്കാരം. ഹായ്, ദിസ് ഈസ് സുനീർ കാൻഡി ഫ്രം മൊറോക്കോ. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നാടോടി പെണ്ണിപ്പോൾ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. യൂറോപ്പ് നേരെ മൊറോക്കോയിലേക്ക് എൻട്രി ചെയ്തു. എന്റെ കമന്റ് ബോക്സ് മൊത്തം നിങ്ങളാണ് കേട്ടോ. എന്റെ എന്നാ എന്തായാലും മീറ്റ് ചെയ്യണം, മീറ്റ് ചെയ്തിട്ടേ വരാൻ പറ്റും. എന്തായാലും മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫുൾ കമന്റ് അതായിരുന്നു. സിരീനാണ്. സിരി. How are you? Good. Okay. ആളുടെ മോളാണ് കേട്ടോ. ഹലോ. No. How are you? What's your good name? Darin. Okay. So ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോ നമ്മൾ ഇവിടുത്തെ മൊറോക്കൻ കുസ്കുസ് റൈറ്റ്. കുസ്കുസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു എന്താ പറയാ മെയിൻ ഫുഡാണ്. എസ്പെഷ്യലി നമ്മളെ നാട്ടിലൊക്കെ ഫ്രൈഡേ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ പോലെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കുസ്കുസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് എന്ത് വെച്ച് ഉണ്ടാക്കുന്ന? സമോലിന. നമ്മുടെ തരി പോലത്തെ സാധനം. ഇവിടെ കുസ്കുസ് എന്ന് പറയുന്നത് നമ്മുടെ തരി റവ പോലത്തെ ഒരു സാധനം. ഓക്കെ. കുറെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടല്ലേ? പിന്നെ കംപ്ലീറ്റ് വെജിറ്റബിൾ, then you can have a chicken inside. ചിക്കൻ. ഓക്കെ ഓക്കെ. അതാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രധാന ഡിഷാണ്. അപ്പൊ നല്ല വിശക്കുന്നുണ്ട്. ഞാൻ രാവിലെ ആ ഒരു നട്ട്സ് കഴിച്ചാണ്, പിന്നെ ഇപ്പാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ ഞാൻ കഴിച്ചോട്ടെ എങ്ങനെയുണ്ടെന്ന്. ഞാനിത് കഴിച്ചോട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. You have it, Darin? First time you try? Yeah, first time. നമ്മുടെ നാട്ടില് എരുമ്പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അടിപൊളി. വേറൊരു ഡിഫറെന്റ് ആയിട്ട് ടേസ്റ്റ്. ഇങ്ങനെ കുറച്ചെടുത്തിട്ട് കറി മാതിരി. ആ ചിക്കൻ്റെയും വെജിറ്റബിളിൻ്റെയും എല്ലാം കൂടെ ഓരോ കഴിക്കുമ്പോൾ ഓരോ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് വരുന്നത്. എനിക്ക് മത്തൻ്റെ ഫ്ലേവർ നല്ലോണം കിട്ടുന്നുണ്ട്. മത്തം മെയിനായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മെയിൻലി വെജിറ്റബിൾ തന്നെ മെയിൻ. വെരി ഗുഡ്. അവിടെ ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ച് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ സുനീർ ബ്രോയുടെ വൈഫിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായില്ല നേരത്തെ. ഞാനിപ്പോൾ പരിചയപ്പെടുത്തരാം. ഹായ്, ഹൗ ആർ യു? ഷൈമ റൈറ്റ്? ഷൈമ എന്നാണ് കേട്ടോ പേര്. ഞാനിങ്ങനെ ലവ് സ്റ്റോറി ഒക്കെ ചോദിക്കുമായിരുന്നു. എന്താ പറയുക, പണ്ടത്തെ കാലത്ത് നമ്മളുടെ സ്കൈപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ, അതിലെല്ലാം പരിചയപ്പെട്ടിട്ട് ആളിങ്ങോട്ട് കാണാനെല്ലാം വന്ന് അങ്ങനെ ഇവിടുന്ന് കല്യാണം കഴിച്ച് ഇവിടെ സെറ്റ് ആയതാണ് കേട്ടോ. ദൈവരേര് നോക്ക്, ബീച്ചാണ് ഈ കാണുന്നത്. ഇപ്പൊ കുറച്ച് ക്ലൗഡ് ചെയ്യാ, ബ്യൂട്ടിഫുൾ. ഇത് ഈ കടലുണ്ടല്ലോ നീല കളറിലാ. അവിടെ കൂടുതൽ ഡാർക്ക് ബ്ലൂ, ഇവിടെ ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് കടലുള്ളത്. കടലിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ വീട്. അപ്പോൾ ഇന്ന് ഞാൻ ഇവരുടെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ വീട്ടിലല്ല സ്റ്റേ ചെയ്യുന്നത്, ഇവർക്ക് ഇവിടെ അപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ അപ്പാർട്ട്മെന്റിൽ പോയിട്ടാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇവിടെ നോക്ക്, ഇവിടെ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഫുൾ ബീച്ചും അതിൻ്റെ സൈഡിൽ കുറേ ബീച്ച് വില്ലാസ് ഒക്കെയാണ് കാണുന്നത്. സോ അങ്ങോട്ടാണ് ഇപ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഞാനെന്താ ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഫുൾ അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്കാണ് കേട്ടോ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവരെന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇവിടെ 2 റൂമെല്ലാം ഉണ്ട്, കിച്ചണും എല്ലാം ഉണ്ട് കേട്ടോ. ദേ ഇതാണ് റൂം. സോ ഞാൻ ഒറ്റയ്ക്കാണ് ഇന്നിവിടെ താമസിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഹലോ, ഞാൻ രാവിലെ തൊട്ട് റൂമിൽ റെസ്റ്റ് എടുക്കായിരുന്നു കേട്ടോ. കാരണം മഴയായിരുന്നു. ദേ ഇപ്പോഴും മഴയുണ്ട്. മഴ ഒന്ന് കുറഞ്ഞു, പൊടിമഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ നനയുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് ഇങ്ങനെ. പിന്നെ കസാബ്ലാങ്ക എന്ന് പറയുന്ന സിറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയില്ല. ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ്.
വൈകുന്നേരം ആയപ്പോൾ ഇപ്പോൾ രാത്രി ആവാനായിട്ടുണ്ട്, ഒരു 6 മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഫുഡ് കുക്ക് ചെയ്യേ കഴിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ അങ്ങനെ നടക്കുവാണ്. എൻ്റെ മൗറിറ്റാനിയൻ്റെ വിസ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് പിന്നെ മൗറിറ്റാനിയ സ്കിപ്പ് ചെയ്യണം, വേറെ ഓപ്ഷൻ ഇല്ല ബൈ റോഡ് പോവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ സെനഗലിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ജനുവരി 8-ാം തീയതി സെനഗലിലേക്ക് ഫ്ലൈ ചെയ്യാണ്. പിന്നെ സെനഗലിൽ നിന്ന് ഗാംബിയ, പിന്നെ ഗിനെബിസെ, ഗിനിയ, അങ്ങനെ ഗാന വരെ വെസ്റ്റ് ആഫ്രിക്കയാണ് എൻ്റെ പ്ലാന്. വെസ്റ്റ് ആഫ്രിക്ക ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ നല്ല എക്സ്പെൻസീവാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഈ വെസ്റ്റ് ആഫ്രിക്കയിൽ ഭയങ്കര എക്സ്പെൻസീവാണല്ലോ. കസബ്ലാങ്ക പിന്നെ ഫുള്ള് സിറ്റി ആയതുകൊണ്ടാണ് ഞാനങ്ങനെ കാണാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങാണ്ടിരുന്നത്. ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് ഫുള്ള് ഓട്ടത്തിലല്ലായിരുന്നോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഫുൾ ഡേ ഞാനങ്ങനെ റെസ്റ്റ് എടുത്തു. ഞാനിതാ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈയും ചിക്കനും ഞാൻ മേടിച്ചിട്ട് ഇവിടെ കുക്ക് ചെയ്താണ് കേട്ടോ. ഹലോ, ഞാൻ അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് ഒരു ടാക്സി എടുത്തിട്ട് ഞാനിതാ ഇപ്പോൾ ഒരു ഹൈവേയിൽ നിൽക്കുകയാണ്. ഇവിടുന്ന് ഞാൻ മറക്കേഷ് സൈഡിലേക്കാണ് പോകുന്നത്. ഒരു വില്ലേജ് ഉണ്ട്, ആ വില്ലേജ് സൈഡിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇത്ര നേരം മഴയായിരുന്നു, ഇപ്പോൾ ദാ ചെറുതായിട്ടൊക്കെ വെയിൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വെതർ നോക്കിയപ്പോൾ ഇനി അങ്ങോട്ട് വെയിലാണ്. മഴയാണെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനപ്പോൾ ഇവിടെ വന്നിട്ട് ലിഫ്റ്റ് അടിക്കുകയാണ്. ഇവിടെ എല്ലാവരും അത്യാവശ്യം നല്ല സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. എന്തായാലും നോക്കി നോക്കാം, ലിഫ്റ്റ് കിട്ടും. ഇത് മോസ്റ്റ്ലി ആൾക്കാരും ഇത് മെയിൻ ഹൈവേയിൽ കണക്ട് ചെയ്യുന്നതാണ്. ഇത് ഓൾറെഡി ഹൈവേയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ മറക്കേഷ് സൈഡിലേക്ക് ലോങ്ങൊക്കെ പോകുന്നതായിരിക്കും. ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ എന്തായാലും ലോങ്ങൊക്കെ പോകുന്നുണ്ടാവും എന്ന് വിചാരിക്കാം. പക്ഷെ എല്ലാ വണ്ടികളും നല്ല സ്പീഡിലാണേ പോകുന്നത്. വെയിൽ വന്നപ്പോൾ തന്നെ സത്യം പറഞ്ഞ ഒരു സമാധാനേ. നല്ല കാറ്റെല്ലാം എത്ര നേരം നിൽക്കേണ്ടി വരും അറിയില്ല കേട്ടോ. നീണ്ട 1.5 മണിക്കൂറിന് ശേഷം എനിക്ക് വണ്ടി കിട്ടിട്ടോ. 1.5 മണിക്കൂർ ഞാൻ ഇവിടെ തന്നെ നിന്നു. ഏകദേശം 1 കിലോമീറ്റർ നടന്നു, 1.5 മണിക്കൂർ ഇങ്ങനെ തന്നെ നിന്നു. കാരണം നടന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വലിയ ഹൈവേ ആണ്. അപ്പോൾ നടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇതെൻ്റെ പിമ്പിൾ പാച്ചാണ് കേട്ടോ. പിമ്പിൾ വരുമ്പോൾ അത് റെഡി ആവാനുള്ള പിമ്പിൾ പാച്ചാണ്. എല്ലാവരും ചോദിക്കുന്നത് മുഖത്ത് എന്ത് പറ്റിയതാന്നൊക്കെ. ഒന്നും പറ്റിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ പിമ്പിൾ പാച്ച് ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് അധികം അറിയാത്തത് കേട്ടോ. ഇങ്ങനെയുള്ള വഴിയാണ്. അപ്പോൾ ഇതുവഴിയൊന്നും നമുക്ക് നടക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ നടക്കാതിരുന്നത്. പച്ചപ്പരവതാനി വിരിച്ച വഴിയിലൂടെ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എവിടെ നോക്കിയാലും ഈ പച്ചപ്പന്നെ അവിടെ പോയിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഇത് നല്ല മഴയെല്ലാം വന്നു കേട്ടോ. മഴ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. വെയിൽ വരുന്നു, വീണ്ടും മഴ വരുന്നു. ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങ് ദൂരെ എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജസാണ് കാണുന്നത്. അതിന് ചുറ്റും പച്ചപ്പും. എന്തോ കൃഷിയാണോ ഇത്? ഞാനിതാ മറക്കേഷിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ലിഫ്റ്റ് അടിച്ച പുള്ളിക്കാരൻ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് ആളുടെ കൂടെ വീട്ടിൽ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ബാഗ് ഇതാ വേറൊരു വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ആൾ 10 മണിക്ക് വരുള്ളൂ. എന്തോ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അത് വർക്ക് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാം, അപ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ബാഗ് എടുക്കാണ്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണേ. ആളെന്നെ സെൻറ്ററിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. കൊണ്ടാക്കിയിട്ട് ആൾ പിന്നെ രാത്രി തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മറക്കേഷാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലവും ടൂറിസ്റ്റുകളുള്ള സ്ഥലവും കേട്ടോ. ഇതെല്ലാം കണ്ട. ഇപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്തെല്ലാം കയറി ഇവിടെ ടൗൺ മൊത്തം കറങ്ങി കാണാനുള്ളതാണ്. ഈ കാണുന്ന മൊത്തം ലോക്കൽസ് അല്ല, ഫുള്ള് പുറത്തുള്ളവരാണ്. ഓരോ കൺട്രിയിലെ ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന സിറ്റിയാണ് മറക്കേഷ്. ഇത്രയും തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എത്രത്തോളം ആൾക്കാരല്ല ഇവിടെ വരുന്നത്. എസ്പെഷ്യലി ഇന്ന് സൺഡേ ആണ്. അപ്പോൾ പിന്നെ പറയണ്ട, മൊത്തം ക്രൗഡാണ്. പിന്നെ ഇവിടെ ഫുട്ബോൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഫുട്ബോൾ നടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ തിരക്കാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഫുൾ എല്ലാവിടെയും അതെ, മൊത്തം റഷാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും നോക്കാൻ തന്നെ പറ്റില്ല, അത്രയധികം തിരക്കാലോ. ഫോണ് ഇതൊക്കെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം അടിച്ചു മാറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്.
എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാഷ് എല്ലാം തീർന്നു. അപ്പം ഞാൻ ഇവിടെ ATM ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ചേഞ്ച് ചെയ്യണ എൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. വേണ്ട ഇപ്പോൾ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുക. ഈ അൽ ബറീദ് ബാങ്കാണ് ബെറ്റർ ആയിട്ടുള്ള ബാങ്ക് കേട്ടോ. അതായത് നമ്മൾ കാർഡ് വെച്ചിട്ട് വലിക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഞാനിവിടെ ക്യൂവിൽ നിൽക്കുക. ഇത്രയും പേരുടെ കഴിഞ്ഞിട്ട് ക്യാഷ് തീരുമോ എന്തോ. ഇവിടെ ഞാൻ പൈസ എടുത്തിട്ട് വാഷ്റൂമിൽ വന്നപ്പോൾ വാഷ്റൂമിലാണെങ്കിലും അവിടെ 5 ഇത് കൊടുക്കണം കേട്ടോ. 5 ദിർഹം. മൊത്തം ഇതാണ്. ടൂറിസ്റ്റുകൾ ഉള്ളതുകൊണ്ടാവുന്നു ഈ ഒരു ഏരിയ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും പോയോട്ടെ, എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം. നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. പോയി നോട്ടെ. പിന്നെ ഞാൻ ഫസ്റ്റ് ശ്രദ്ധിച്ചൊരു കാര്യം എന്താ പറയുക, ഇവിടുത്തെ വണ്ടികൾ, പഴയ ടൈപ്പ് വണ്ടികൾ ഒരുപാട് കാണാൻ പറ്റേ. ഇതല്ല, അല്ലാണ്ട് കുറേ പഴയ ടൈപ്പ് വണ്ടികൾ നോക്ക്, കണ്ടോ. ഇവിടെ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ വണ്ടികളാണ്. നമ്മൾ ഒരു സിറ്റിയിൽ നിന്ന് വേറെ സിറ്റിയിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഉണ്ടോ ഇപ്പോഴും ഇഷ്ടംപോലെ ക്യൂ ആണ് ആ ATMൽ ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പല കൺട്രീൻ്റെയും ഫ്ലാഗ്സ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതിനവിടെ ബാഗെല്ലാം വെച്ചിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഫുൾ ലൈവും റഷും ആണേ. ഓരോ പരിപാടികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഫുൾ സൗണ്ടും ഉണ്ട്. കണ്ടാ അങ്ങോട്ട് കുറേ ഫുഡ് സ്റ്റാളോ മാർക്കറ്റ്സോ എന്തൊക്കെ കാണുന്നുണ്ട്. ഞാൻ ആ സൈഡിലേക്ക് പോവാണേ. ഇവിടെ ആണെങ്കിൽ ഓൾറെഡി കുറേ കൺട്രിയിൽ, ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രിയിലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഉണ്ടാവേ. ഈ മൊറോക്കോ എന്ന് പറയുന്നത് ആഫ്രിക്കൻ കൺട്രിയാന്ന് പല ആളുകൾക്കും അറിയില്ല. ഈ ഈജിപ്റ്റ്, മൊറോക്കോ ഇതെല്ലാം വേറെ ഏതോ കൺട്രിയാന്ന് ആളുകൾ വിചാരിക്കുന്നു. ഈ കേൾക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ വേറെ ഒന്നിൻ്റെ അല്ല, പാമ്പിനെ ഇതാക്കാൻ വേണ്ടിയിട്ട്. കണ്ടാ ഇവിടെ എല്ലാം പാമ്പിനെ ഇങ്ങനെ വെച്ചേക്കുന്നു. മേത്തെല്ലാം എടുത്തിടാം വേണമെങ്കിൽ. കണ്ടാ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കറുത്ത കളറിൽ പല പാമ്പിനെ വെച്ചേക്കുന്നു. അയാൾ പാമ്പിനെ കഴിച്ചിട്ട് നടക്കുക. ഈ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാ കുറേ സംഭവങ്ങൾ. ഇതിങ്ങനെ വേറൊരു ടീം, അവരെന്താ പറയുക, എന്തോ അവർ പ്രത്യേകിച്ച് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. വെറുതെ ഇരുത്. ഇവിടെ ജ്യൂസിൻ്റെ എല്ലാം സ്റ്റാളാണ്. പല ടൈപ്പ് ഫ്രൂട്ട്സ് ജ്യൂസസ്. ഇതേ വിളിച്ചോണ്ടിരിക്കുന്നത് തന്നെ. ഫുഡ് കഴിക്കണം ആദ്യം. വേണ്ട, കുടിച്ചു നോക്കണ്ട. എല്ലാത്തിനും 10 തോന്നുന്നു കേട്ടോ. 10ഉം 20ഉം ഉണ്ട് അവിടെ എഴുതിയാണ്. മിക്സ്ഡ് 10, 20. വേണ്ട, ട്രൈ ചെയ്യാൻ വേണ്ടി തരുന്നതാന്ന് തോന്നുന്നുട്ടാ. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്ന കേട്ടാ. അടിപൊളിയാണ്, പക്ഷെ ഭയങ്കര മധുരം. No, thank you. No, thank you. More sugar. ആദ്യം ഫുഡ് എന്തെങ്കിലും കഴിക്കണം. അത് കഴിച്ചിട്ട് എനിക്ക് ഒന്ന് ജ്യൂസ് എല്ലാം മേടിക്കാം. മിക്സഡ് അടിപൊളിയാണ്, പക്ഷെ ഭയങ്കര മധുരം തോന്നുന്നു. അത് ഒറിജിനൽ മധുരമാണോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവിടുത്തെ എല്ലാം അടിപൊളിയായിട്ട് നല്ല മധുരമൊക്കെ ഉണ്ടാവും. ഇവിടെ ഇഷ്ടംപോലെ നട്ട്സ്. ഈ ഏരിയ മൊത്തം ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സാണ്. ഇവിടെ വേറെ തജീൻ പോലെ തന്നെ വേറൊരു ഫുഡ് ഉണ്ട്. എന്തായിരുന്നു പേര്? വേറൊരു പേരുണ്ട്. ആ പേരെനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു ഫുഡ്, മീറ്റിൻ്റെ ഒരു ഫുഡാണ്. അത് കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതെവിടെ അടിപൊളിയായിട്ടുള്ളത് നോക്കണം. ഒത്തൻറ്റിക് ആയിട്ടുള്ളത് എവിടെയാണെന്നുള്ളത് നോക്കണം. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ വഴിയിലെല്ലാം. ഇവിടെയൊക്കെ അതെ ഡാൻസോ പാട്ടോ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ എല്ലാം ഡ്രസ്സ്, ഓരോ ഏരിയയിൽ ഓരോന്നാ. ഇവിടെ തലകുത്തി മറിഞ്ഞെല്ലാം പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഓരോന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഓരോന്നൊക്കെ മേടിക്കാൻ തോന്നേ. എൻ്റെ ബാഗിലാണെങ്കിൽ ഇപ്പം തന്നെ 27 കിലോ, സ്ഥലമില്ല ഒന്നും. നൈസാണ്, എല്ലാം മൊത്തം കളർഫുള്ളായിട്ട് അടിപൊളി. വാവ്, കുറേ മാലയും ഇതും നോക്ക്, എന്ത് രസാ. വാവ്, നൈസാണ് കേട്ടാ. ഇവിടെ ഓയില്, പിന്നെ ഊത്, അങ്ങനെ എന്തൊക്കെയാണ്. ഇതെന്താ തിന്നാനുള്ളതാണോ സ്മെല് ചെയ്യാനുള്ളതാണോ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടാ. അങ്ങനെ ഒരു സാധനം. പിന്നെ എന്തൊക്കെയോ സുഗന്ധദ്രവ്യങ്ങളും സാധനങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതെല്ലാം ഡ്രസ്സിൻ്റെ മാർക്കറ്റാണ്. തണുപ്പൊക്കെയാണെങ്കിൽ അടിപൊളി സ്വെറ്റർ കാര്യങ്ങളൊക്കെ നോക്കാം. ഇതാണ്ട ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇങ്ങനെ പോവാം. പഴയ സ്ട്രീറ്റ്സാണ്. ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നൈസാണ്.
പോയോട്ടെ. നല്ല സ്മെല്ലുണ്ട്, ഊതിൻ്റെയാന്ന് തോന്നുന്നു കേട്ടോ. കണ്ട കളർഫുള്ളും ഫ്രഷും ആണ്. അടിപൊളി ടീഷർട്ട്സ് എല്ലാം, കമ്മല്, മാല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നൈസാണ്. അങ്ങനെ ഇടുന്നവർക്ക് ഇടാം. ഞാൻ എപ്പോഴെങ്കിലും ഒരു ഇച്ചിരി വല്ലതും ഇടുള്ളൂ. അതുപോലെ സ്ലിപ്പേഴ്സ്, സാൻഡൽസ്, ബാഗ്സ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാഗ്സ് ആണ് കേട്ടോ. അതൊക്കെ എന്ത് രസമാണ്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് വാങ്ങാൻ തോന്നും. ഇതൊക്കെ എന്താന്ന് പോലും അറിയില്ല. ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്ന എന്തോ സാധനമാണോ എന്താന്ന് തന്നെ മനസ്സിലാവണല്ലോ, എന്നാലും വാങ്ങാൻ തോന്നിപ്പോ. ഇത് മറ്റേ അന്ന് ഞാൻ കഴിച്ച ആ സാധനം. ഇവിടെ വേറെ തന്നെ റേറ്റ് ചാൻസ്. ബാഗ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, കാരണം നല്ല കളർഫുൾ ആയിട്ട് അടിപൊളി. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഷോൾസ്, അത് നൈസാണ്. ഇതൊക്കെ എന്ത് കളർഫുള്ളാ, എവിടെ നോക്കിയാലും എല്ലാ കളേഴ്സും കാണാം. പിന്നെ അതെ കുറേ സ്വീറ്റ്സിനെന്തോ, സ്വീറ്റ്സിൻ്റെ എല്ലാ ഷോപ്പ് കേട്ടോ. ഒരെണ്ണം മാത്രം അങ്ങനെ കഴിക്കാൻ പറ്റുമോ? ബക്ലാവ് പോലത്തെ എന്തൊക്കെ സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഒരെണ്ണം മാത്രമായിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് വാങ്ങി ട്രൈ ഒക്കെ ചെയ്യായിരുന്നു. ബക്ലാവ് പോലത്തെ സാധനമാണ്, പക്ഷേ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബക്ലാവയാണ്. ഒരെണ്ണമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. ടേസ്റ്റ് ഇല്ലെങ്കിൽ വിഷമാവും. ഇതാണ് സാധനം. ഞാൻ ഫുൾ നട്ട്സായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊള്ളൂല, തീരെ കൊള്ളൂല. വെറുതെ എൻ്റെ പൈസ കളഞ്ഞു. തിന്നാൻ പറ്റൂല, തിന്ന് കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്യും. എന്തോ സാധനം. ഇനി നിർത്തി വെറുതെ. ആ ഒരു പീസിന് വരുന്നത് നമ്മളെ നാട്ടിലൊരു 100 രൂപയാണ്. 10 ദിർഹംസാണ്. വെറുതെ 100 രൂപ കളഞ്ഞ്. കൊള്ളൂല. ഞാൻ അതേപോലെ അവിടെ വെച്ചാൽ ഒറ്റ വീഡിയോയിൽ കണ്ട ആ കടിച്ച ഒരു കടി മാത്രം കടിച്ച്, തീരെ കൊള്ളൂല. അലമ്പ്. ഇവിടെ ജ്യൂസിന് എന്താ റേറ്റ് എന്ന് ചോദിച്ചോട്ടെ. അവിടെ എല്ലാം 10 കണ്ടത്. ഓറഞ്ച് ഹൗ മച്ച്? 20. ഓക്കെ, അവിടെ 10 കണ്ട്. ഇപ്പം ഇവിടെ എത്തി 20 നോ 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 വിളിക്കുന്നു. നോ 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 20 ഞാൻ പറഞ്ഞ കേട്ടില്ലാന്ന് തോന്നിയിട്ടാന്ന് തോന്നുന്നു. വീണ്ടും വിളിച്ചിട്ട് 20 എന്ന് പറയുന്നു. എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ എന്താന്ന് തന്നെ ഐഡിയ കിട്ടുന്നില്ല. കളർഫുൾ പേഴ്സ്. ഇതെല്ലാം നൈസാലോ. ഓരോന്ന് മേടിക്കാൻ തോന്നുന്നത് കാണുമ്പോൾ, അതാ പ്രശ്നം. ഓക്കെ, ഇതെല്ലാം നൈസാണ്, അടിപൊളി സാധനങ്ങൾ. നമുക്ക് ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് എല്ലാം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ഓരോന്നൊക്കെ മേടിച്ചിട്ട് ഗിഫ്റ്റ് എല്ലാം കൊടുക്കാം കേട്ടോ. എന്തൊക്കെയോ ടൈപ്പ് കല്ലുകളാണ് കേട്ടോ കാണുന്നത്. വീട്ടിലൊക്കെ നമുക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അടിപൊളി സംഭവങ്ങൾ. കോണുണ്ട്. കോൺ കഴിക്കണം. കോൺ കഴിച്ച് കഴിഞ്ഞാൽ പല്ല് മൊത്തം ഇതാവുമല്ലോ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. കഴിച്ചേക്കാല്ലേ? എത്ര നോക്കട്ടെ. ഹൗ മച്ച്? 10. 1. ഓക്കെ. വീഡിയോ എടുക്കല്ലേ? 10. ഇതിന് 100 10 എന്ന് പറയുമ്പോൾ കഴിക്കാൻ തോന്നി. ഇതുണ്ടല്ലോ ഒരു തരത്തിലുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ, പച്ച കളറിലും റെഡ് കളറിലൊക്കെ. ഇത് ഭയങ്കര അടിപൊളിയാന്ന് പറയുന്നു. ഇതിൻ്റെ ഒറിജിനലാണെങ്കിൽ നൈസാണ്, നാച്ചുറലായിട്ടുള്ള. പക്ഷെ ഇത് ഒറിജിനലാണോ എന്ന് നമുക്കറിയില്ലല്ലോ. ഓരോന്നൊക്കെ കണ്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുക. എന്നോട് കുറേ പേര് പറഞ്ഞു മറക്കേഷ് പോകണമെന്ന്. ഇപ്പോഴാണ് മനസ്സിലായത് എന്താണ്. കംപ്ലീറ്റ്ലി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, ടൂറിസ്റ്റ് സിറ്റിയാണ്. ഈ കാണുന്ന മൊത്തം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഷോപ്പിംഗ്, സുവനീർ, അങ്ങനെ. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു, നൈസാണ്. ഇതുവഴിയൊക്കെ നടക്കാൻ തന്നെ നൈസ്. കോണ് വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ, ക്വാളിറ്റി ഇല്ലാത്ത കോണ്. അടിപൊളി സ്പൂണ്. എന്താ രസം സ്പൂണൊക്കെ കാണാൻ.
ഈ കാണുന്നത് ഇവിടുത്തെ ഒരു മസ്ജിദാണ്. ഏറ്റവും പഴയ മസ്ജിദാണ് കേട്ടോ. മറക്കേഷിലെ തന്നെ ഏറ്റവും പഴയതാണ് കണ്ടോ. ഭയങ്കര ഹൈറ്റിൽ അത് സെൻട്രലായിട്ട് ഒരു സ്ക്വയർ ആണുള്ളത്. ഞാനിപ്പോൾ എന്താ ഫുഡ് അടിക്കാൻ വേണ്ടി എവിടെ നിന്ന് കഴിക്കണം നല്ലത്. ഇവിടെ നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ കഴിച്ചിട്ടെങ്ങാനും ടേസ്റ്റ് ഇല്ലെങ്കിൽ അങ്ങ് വിഷമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടെ നിന്ന് കഴിക്കാന്ന് നോക്കുകയാണ്. ഇവിടെ ആർക്കെങ്കിലും ചോദിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും ഷോപ്പിംഗ് സ്ട്രീറ്റും മാർക്കറ്റ്സും ആണ്. ഫുൾ ഡ്രസ്സും ഷൂസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ കുറച്ചും കൂടെ ചീപ്പാണേ. അതിൽ ഇങ്ങനെ പുറത്തൊക്കെ എഴുതി വെച്ചിട്ട് കാണാം ഇതിൻ്റെ റേറ്റ്. അപ്പോൾ മനസ്സിലാവും കമ്പാരിറ്റീവ്ലി. ഞാൻ ലോക്കൽ ഫുഡ് തപ്പി ഇറങ്ങുന്നു. ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. പക്ഷെ എന്താണ് റേറ്റ് എന്നറിയില്ലല്ലോ. മെനു നോക്കി നോക്കാം. ഇവിടെ എല്ലാം ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് കാണുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ സജസ്റ്റ് ചെയ്ത സ്ട്രീറ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാത്തിൻ്റെയും മെനു നോക്കട്ടെ. മെനു നോക്കിയിട്ട് കഴിക്കാം. ഇവിടെ ഏത് റെസ്റ്റോറൻ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ടേസ്റ്റും ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞാനിത് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് തജീൻ കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ താജീൻ മറ്റേ എന്താണ് താൻജിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. താൻജിയ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് കഴിച്ചിട്ടില്ല. കുസ്കുസും തജീനും താൻജിയാണ് ഇവിടുത്തെ മെയിൻ. താൻജിയൊക്കെയാണ് മോസ്റ്റ് എക്സ്പെൻസീവ്. ലൈക്ക് 65 ദർഹംസാണ്. 65 ദർഹം ലൈക്ക് ഇവിടുത്തെ ഉള്ളതിൽ ചീപ്പാണ് കേട്ടോ. ബാക്കിയുള്ളവിടെയൊക്കെ 75ഉം 85ഒക്കെയാണ്. അതിൽ 65 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഒരു 700 രൂപ അത്രയെല്ലാം വരും കേട്ടോ ഒരു നേരത്തെ ഫുഡിന്. പക്ഷെ അത് ഭയങ്കര അടിപൊളി ഫുഡാണ്. ഇവിടുത്തെ മെയിൻ ഫുഡാണ്. അതുകൊണ്ടാണ് ഞാനത് ട്രൈ ആക്കുന്നത്. ഇതാണ് കേട്ടോ ഫുഡ്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചു കുറേ ഉണ്ടാവുന്നു. ചെറിയ കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ. മറ്റേൽ പിന്നെയും കുറേ വെജിറ്റബിൾസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്രെഡും ഇതും കൂടെ കഴിക്കാൻ തന്നിട്ടുള്ളത്. ക്വാണ്ടിറ്റി വളരെ കുറവാണെങ്കിലും ടേസ്റ്റ് ക്വാളിറ്റി സൂപ്പറാണേ. ആ ബീഫിൻ്റെ നെയ്യും അടിപൊളി. ചെറിയ പീസ് കുറച്ചുള്ളൂ. പക്ഷെ എന്താക്കാൻ വേറെ ഏതെങ്കിലും വില്ലേജിൽ നിന്നെല്ലാം കഴിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇത്രയോടെ ബെറ്ററായി തോന്നി. അടിപൊളി. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് വിശപ്പ് മാറിയിട്ടില്ല. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. വേറെന്താ കഴിക്കാം? ജ്യൂസ് കുടിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇനി ഒരു നേരം കൂടെ കഴിക്കേണ്ടി വരും. നല്ല വിശക്കുന്നുണ്ടേ. ഇവിടെ വെറൈറ്റി ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി പാൻസ് പോലെ ഇങ്ങനെ ഒരു ഷോൾ പോലെ ഇങ്ങനെ കെട്ടുന്ന നൈസാണ്. എൻ്റെ ബാഗിൽ സ്ഥലമില്ല ഇനി, അതുകൊണ്ട് ഞാൻ നോക്കണില്ല. ഇവിടെ നോക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറേ സ്നാക്സ് ഉണ്ട്. സ്വീറ്റ്സ് ആണ് കൂടുതലും, ക്രിസ്പി ആയിട്ടുള്ള. ഞാൻ കുറേയൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് കഴിച്ചായിരുന്നു. ഇത് കാണാനുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഒരു ടേസ്റ്റും ഇല്ല. ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് കുറേ കഴിച്ചായിരുന്നു. 1-2 എണ്ണമൊക്കെ രസമുണ്ട്. ബാക്കിയുള്ള ഒന്നും രസമില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഓൾറെഡി അവിടുന്ന് ഒരെണ്ണം ട്രൈ ആക്കി. അത് എനിക്ക് തീരെ പറ്റിയില്ല. അവിടെ നമുക്ക് കാണാനൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾ ബക്ലാവ തുർക്കിയിൽ അടിപൊളിയാണ്. അത് ഭയങ്കര ടേസ്റ്റിയാണ്. ഇവിടെ വേറെ തന്നെ ഇത്. ഈ സാധനം ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. വെറുതെ വാങ്ങിയിട്ട് പൈസ കളയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതെല്ലാം മറ്റേ കേക്ക്സ് എന്തൊക്കെയാണ്. ഷുഗർ വേണ്ട അല്ലേ? വേണ്ട. ഇനി ജ്യൂസും എല്ലാം കുടിക്കാം. ഞാൻ എന്താ ഒരു ഐസ്ക്രീം കഴിച്ച് നടക്കുകയാണ്. ഇവിടെയൊക്കെ പിന്നെ മറ്റേ സാധനം, മറ്റേ സ്നെയില് ചുറ്റി ഇരുന്നിട്ട് എല്ലാവരും അത് കഴിക്കുന്നു. ഇതെല്ലാം ഞാൻ ഓരോരോ സ്ഥലത്തു നിന്ന് കഴിച്ച് നോക്കിയതായതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമില്ല. എല്ലാം തന്നെ കേട്ടോ. ഇവിടെ ഒരു ഫുഡിൻ്റെ സ്ട്രീറ്റാണ് കൂടുതൽ. അങ്ങനെ തജീനും ഇതൊക്കെ. പക്ഷെ ക്വാളിറ്റി കുറവാണ്, വിലയുണ്ട് അത്യാവശ്യം. വേറെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു സൂപ്പ് വേറെ എന്തെങ്കിലും ട്രൈ ആക്കാന്ന്. എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലും ട്രൈ ആക്കിയാലോ? ആടിന്റെ തലയൊക്കെയാണല്ലോ വെച്ചേക്കുന്നേ. ആടിന്റെ തലയും കൊമ്പും. ഇതാണ് മറ്റേ സാധനം. തജീനും താൻജി അതെല്ലാം മാറിപ്പോണു കേട്ടാ. എല്ലാം മാറി പോ. താൻജിയ മെയിനായിട്ട് എല്ലാവരും ഈ സ്ക്വയറിൽ നിന്നാണ് കഴിക്കുന്നത് കൂടുതൽ. ഈ ഏരിയ മൊത്തം ഫുഡ് സ്ട്രീറ്റ് ആണേ.
എന്താ കഴിക്കാം? ഇപ്പൊ ഒരു ഐസ്ക്രീം കൂടെ കഴിച്ചപ്പോ വിശപ്പ് മാറി. Tajin, how much? Tajin have tajin vegetarian 40, chicken 50, or meat 50 dirham. 50 ആണ് കേട്ടോ ഇവിടെ ചിക്കൻ തജീൻ. Tangier 40 dirham. This is Tangier, it's all in lamb. ഇവിടെ റേറ്റ് കുറവ് പോലെ തോന്നുന്നുണ്ടോ? Allah sahibi hada sahibi. ഞാൻ കഴിച്ച 65 ആണല്ലോ. ഓ അത് ഹാഫ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ. ഹാഫ് ഫുള്ള് ക്വാർട്ടർ ഒക്കെ ഉണ്ട്. അതാണ് ഞാൻ ഇതിന് ഹാഫിന് 80 എങ്ങാണ്ടേ ഉള്ളൂ. ഞാൻ കഴിച്ച ഹാഫായിരിക്കും ചിലപ്പോൾ, പറയാൻ പറ്റൂല. കാണാനൊക്കെ അടിപൊളിയാണ്. You have a place to do. No, I will come back. Okay, our number if you change. ഇന്ത്യ എന്നാന്ന് പറയുമ്പോൾ ആദ്യം അവരെന്താ പറയുക അറിയോ? ഷാറുഖ് ഖാൻ എന്ന് പറയും. ഞാൻ പറയും യെസ് ഷാറുഖ് ഖാൻ. Excuse me, you want to eat something? No. Where do you come from? India. Welcome. Ding, ring. But yeah, you say but yeah. Everybody Yeah. from India say but yeah. Yeah. Anyway, if you want to eat something, my number is 5. Okay. And where do you live exactly? Here now? No. In India? In India. But you live England, no? No. In India only. Yeah. Welcome. Number 65. If you want to eat something, just come in. Okay, thank you. You're the best. Thank you so much. Yeah, thank you. എല്ലാവരും ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അത്രയും ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെ എല്ലാവരും ഇന്ത്യയിൽ എവിടെയാണ്, അതായത് ഇന്ത്യയിൽ നിന്നാണ്, പക്ഷെ വേറെ യു കെയിലോ വേറെ എവിടെയെങ്കിലൊക്കെ, യു കെ എന്നുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങോട്ട്, യൂറോപ്പിൽ നിന്നെല്ലാം. അപ്പം മെയിനായിട്ട് യു കെ എന്നാണ് ഇന്ത്യൻസ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതാണ് ചോദിച്ചത്, ഇംഗ്ലണ്ടിലാണോ ഞാൻ ജീവിക്കുന്നതെന്നെല്ലാം. അയ്യോ, എന്നോട് എത്രയോ ഒരു നമ്പർ പറഞ്ഞു സൂപ്പിൻ്റെത്, ഞാൻ മറന്നും പോയല്ല. 59 തോന്നുന്നു അല്ലേ? അല്ലേ ആവോ. ഹലോ, ഇവിടെ ദാ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ തിന്നാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ സൂപ്പ്. അപ്പം ഞാനിവിടെ ഒരു സൂപ്പ് പറയാം കേട്ടോ. സൂപ്പ് പറഞ്ഞിട്ട് ഞാനിവിടെ ഇരുന്നിട്ടുണ്ട്. സൂപ്പ് കുടിച്ചോട്ടെ. ഇവിടുത്തെ ഹൈ എല്ലാവരും ഒന്നുമില്ലെങ്കിൽ ഫ്രഞ്ച് അറിയാമായിരുന്നേ കൊള്ളായിരുന്നു, നല്ലപോലെ സംസാരിക്കായിരുന്നു. അറബിക്ക്, ഫ്രഞ്ച്, പിന്നെ സ്പാനിഷ്, പിന്നെ ഇംഗ്ലീഷ് പിന്നെ ഇല്ല. ഇന്ത്യ. ഓക്കെ താങ്ക് യു. നമസ്തേ എന്നെല്ലാവരും പറയുന്നത് കേട്ടാ. ഇതാണ് സൂപ്പ് കേട്ടാ. നല്ല തണുപ്പത്ത് നല്ല ചൂടോടെ കുടിക്കാൻ അടിയുള്ളൂ. പക്ഷെ ഇവിടെ അത്ര തണുപ്പില്ല കേട്ടോ. ഇവിടെ ചൂടുമില്ല തണുപ്പില്ല. ഇവിടെ ഡിഗ്രി എല്ലാം ഇപ്പോൾ എനിക്കൊന്ന് 12-13 ഒക്കെയാണ്. ഇതിൻ്റെ ഒരു പിടിക്കുന്ന സ്പൂൺ നോക്ക്. കൊള്ളാം. ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ്, സാമ്പാറും രസവും കൈൻഡ് ഓഫ് അങ്ങനെ ഒരു ടേസ്റ്റ്. ഡാല് കൊത്ത് സാധനം അങ്ങനെയൊക്കെ. ഇവിടുത്തെ ഈ ലൈറ്റെല്ലാം നോക്കി നല്ല രസമില്ലേ? വീട്ടിലെല്ലാം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നൈസായിരിക്കും കേട്ടോ കാണാൻ. എന്തോരം ആൾക്കാരാ നോക്ക്, ഫുൾ ക്രൗഡാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ലൈവ് പ്രോഗ്രാംസ് എല്ലാം. അടിപൊളി കേട്ടോ, നൈസാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതും അഫോർഡബിൾ റേറ്റ് ആണ് എല്ലാം. നമ്മൾ യൂറോപ്പിൽ നിന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ എല്ലാം അഫോർഡബിൾ റേറ്റും അടിപൊളിയാണ്, മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ കുറേ സ്കാം നടക്കുന്നുണ്ട്, അപ്പം അതൊക്കെ സൂക്ഷിക്കുക. ഫോണ്, ക്യാമറ കാര്യങ്ങളൊന്നും സൂക്ഷിക്കുക. അതൊക്കെയാണ് മെയിനായിട്ട് നോക്കാനുള്ളത്. ഇവിടെ ലൈവ് ഗെയിംസ് എല്ലാം നടക്കുന്നുണ്ട് കേട്ടാ. അത് ബോട്ടിലിൻ്റെ അത് അവർക്ക് കിട്ടും. പെപ്സി സാധനങ്ങളൊക്കെ അവരെടുത്ത് അതിലിട്ട് കഴിഞ്ഞാൽ അതിലിട്ട് കഴിഞ്ഞാൽ അതിടാൻ പണിയാണ്. ഇട്ട് കഴിഞ്ഞാൽ ആ കുപ്പി കിട്ടും. ഏത് വെള്ളമാണോ നമുക്ക് ആവശ്യം അത്. അടിപൊളി. ഇവിടെ മാജിക് ഒക്കെ പോലെ എന്തൊക്കെയോ നടക്കുക കേട്ടോ. ഈ ഒരു വലിയ സ്ക്വയർ ഉണ്ട്. ഈ എല്ലാ സ്ക്വയറിലും ഫുൾ ഇങ്ങനെ ഓരോ ഏരിയയിലും ഓരോ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഫുള്ള് ചുറ്റും ആൾക്കാരുണ്ടാവും. അങ്ങനെ ഞാനിപ്പോൾ മറ്റേ പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, വീട്ടിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാം, എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ആളെന്തോ വർക്ക് ഉണ്ട്, അത് പോയിട്ട് പിന്നെ വരുള്ളൂ എന്ന്. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്തേക്ക് തിരിച്ചു പോവാം. ആള് തന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇതാണ് ആള് നേരത്തെ വീഡിയോയിൽ ഞാൻ എടുക്കാൻ വിട്ടുപോയിരുന്നു. ഹായ്, വെൽക്കം ബാക്ക്. Welcome to Morocco. താങ്ക് യു, ശുക്രാൻ. Marhaba. ഇവിടെ ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഷാറൂഖ് ഖാൻ അറിയാം, കരീന കപൂറിനെ അറിയാം, അമിതാഭ് ബച്ചൻ അറിയാം, സൽമാൻ ഖാൻ അറിയാം, ക്രിസ്ത്യാനോ റൊണാൾഡോ. അതായത് എന്നോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവരൊക്കെ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ 2.5 ലക്ഷം രൂപയാണ്. ഞാൻ ഇപ്പൊ നോക്കി, ആള് തള്ളുകയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാ. നോക്കിയപ്പോൾ 2.5 ലക്ഷം രൂപ എല്ലാം കാണിക്കുന്നത്. എന്തോ റോയൽ എന്തോ പേര് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ് താമസിക്കാനുള്ളത്. ആ ഹോട്ടലിൽ 2.5 ലക്ഷം രൂപ ഒരു ദിവസം താമസിക്കാനായിട്ടാണ്. അത്രയും പൈസ കൊടുത്ത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് അവിടെയാണ് താമസിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. ഞാനിത് ആളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആളെന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എങ്ങോട്ടോ പോയി. എൻ്റെ അടുത്ത് പറഞ്ഞു രാത്രി 1 മണിയൊക്കെ ആവും വരാനായിട്ട്. അപ്പോൾ ഇവിടെ സേഫാണ്, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇവിടെ വേറെ ആരും ഇല്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കാണേ. ഇവിടെ ഒരു ഹാളുണ്ട്, നല്ല രസമുള്ളൊരു ഫ്ലാറ്റാണ്, പക്ഷെ ആരും താമസിക്കുന്നില്ല. പുള്ളിക്കാരൻ തന്നെ ഇപ്പം നാളെ തിരിച്ച് വീണ്ടും അങ്ങോട്ട് പോവും, എന്തായാലും പറയുക കസാബ്ലാങ്കി, പിന്നെ വീണ്ടും തിരിച്ച് മർക്കേഷ് വരും. അത് കഴിഞ്ഞ് മറ്റന്നാൾ വേറെ അങ്ങോട്ടോ പോകുന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ ഇതൊക്കെ എന്താണെന്നറിയില്ല, ഞാനൊന്നും നോക്കിയില്ല. എന്തോ ബെഡോ എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ വാഷ്റൂം ഉണ്ട്, കിച്ചണൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കിച്ചണെല്ലാം ഉണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ആൾ ഒറ്റയ്ക്കാണെങ്കിലും. പിന്നെ ഇവിടെ ഒരു ഹാളുണ്ട് കേട്ടോ. ഇവിടെ തന്നെ കിടക്കാം ഇഷ്ടംപോലെ, ബെഡ് പോലെയാണ് ഹാള് കണ്ടോ. അവിടെ എല്ലാം കിടക്കാം, നല്ല ബെഡ് പോലെ തന്നെ ഉള്ളൊരു ഹാളാണ്. പിന്നെ ഇത് വേറൊരു ബെഡ്റൂം. ഇപ്പം എവിടെ വേണമെങ്കിൽ നിൽക്കാം. എൻ്റെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. ഇവിടെ കിടക്കാം, വേണമെങ്കിൽ ഇവിടെ കിടക്കാം, അല്ലെങ്കിൽ അവിടെ കിടക്കാം, എവിടെ വേണമെങ്കിലും കിടക്കാം, സീനില്ല കേട്ടോ. പക്ഷെ ഇവിടെ വൈഫൈ ഒന്നുമില്ല. വൈഫൈ ഒക്കെ ഉണ്ടായിരുന്നു, എനിക്ക് വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനൊക്കെ ഇടായിരുന്നു. പക്ഷെ ഇവിടെ വൈഫൈ ഇല്ല. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.